ഞാനിപ്പോൾ എന്നെ പറ്റിയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുക, എപ്പോഴും തിരക്ക് വേണമെന്നാ, എപ്പോഴും എന്തെങ്കിലും തിരക്ക് വേണം. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് വിചാരിക്കും റെസ്റ്റ് ചെയ്യണമെന്ന്. റെസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്ന് കുറേ മണിക്കൂറോ സമയമൊക്കെ കഴിയുമ്പോൾ വിചാരിക്കും ശരിയാവില്ല, എനിക്ക് ശരിയാവില്ല, എനിക്ക് തിരക്ക് വേണം, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം. വേറൊന്നുമല്ല, വേറെ തിരക്കൊന്നും ശീലമില്ല. ആകെ കൂടി ശീലമുള്ള തിരക്കെന്താ? എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു പിടിവള്ളി കേട്ടോ. ഭയങ്കര ഈ ഖുർആനും വചനങ്ങളൊക്കെ, ഈ ക്ലാസ്സുകളും ഈ തസ്കിയത്തും ഈ മതവും അതിൻ്റെ ചട്ടക്കൂട്, അതിനെ വേറെ അർത്ഥത്തിൽ കാണുമ്പോഴല്ലേ പ്രശ്നം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ നമുക്ക് കരുതി വെക്കുന്നത് 100% നന്മയായിരിക്കും, നമുക്ക് ഉറപ്പില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും നമ്മെ പ്രിയപ്പെടുന്ന ഒരുവൻ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് 100% എന്താ? ശരിയാണ് അല്ലേ? ഈ ശരിയായ മതം, വേദഗ്രന്ഥം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ വിശ്വാസവും അവന്റെ വിശ്വാസവും വ്യതിരിക്തമാണെങ്കിലും കൂടപ്പിറപ്പാട്ടോ, മനുഷ്യനാണ് കേട്ടോ, ഒറ്റ ജാതി. നമ്മൾ ഒറ്റ ജാതിയാ. ഈ ഒറ്റ ജാതിയെ പിടിച്ച് പല ജാതിയാക്കുന്നത് മനുഷ്യന്മാരാണ്. നമ്മൾ ഒറ്റ ജാതിയാണ്. ഈ ഒറ്റ ജാതിൻ്റെ ഉള്ളില് പിന്നെ അബൂ ത്വാലിബ് പറയുന്നു, മുഹമ്മദേ, എനിക്ക് നിന്നിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മുടെ ഇന്നത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ അവൻ നമ്മൾ പറയുന്ന ഇപ്പോൾ രാമനെന്നോ പിന്നെ രാഘവനെന്നോ വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് അബൂ ത്വാലിബ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഈ അറബി പേരുള്ളത് കൊണ്ട് അബൂ ത്വാലിബിനോട് ഒരു സോഫ്റ്റ് കോർണർ വേണ്ട. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ജീവിത വഴിയിൽ കൈത്താങ്ങായിട്ട് അല്ലെ എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു പോയ ഒരാളെപ്പയാണ്, ഒരു പിതൃവ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അദ്ദേഹത്തിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. എത്ര പ്രിയപ്പെട്ടതല്ലേ അല്ലേപ്പാ. ഒന്ന് ഈ കലിമ ചൊല്ലിയിട്ട് നിങ്ങൾ നന്നാവോ? എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം. പറ്റൂല മോനെ, അല്ലേ? പറ്റൂല. പക്ഷെ ആരാ ഇവര് രണ്ടാളും? ഒന്ന് മുസ്ലിമാണ്, ഒന്ന് മുസ്ലിമാണ്. അവർ ഒന്നിച്ച് ജീവിച്ചിട്ടില്ലേ? അവരെ സ്നേഹിച്ചിട്ടില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഈ ലോകത്തുള്ള മനുഷ്യരെ കുറിച്ചൊക്കെയും തന്നെ നാം ഒറ്റ ജാതിയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒറ്റ ജാതി ഇല്ലേ? ഇത് അവര് നോൺ മുസ്ലിം ആയതുകൊണ്ട് അവരെ കോലം വേറുണ്ടോ? നമ്മൾ അതേ കോലം അല്ലേ? ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ്, എല്ലാ തരത്തിലും ഒന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, നമുക്ക് പടച്ചവനുണ്ടാക്കാത്ത അതിർവരമ്പുകള് മനുഷ്യ സ്നേഹത്തിന് ഉണ്ടാക്കരുത്. ഏറ്റവും വലിയ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നോ? സ്നേഹത്തിന്റെ കുറവാണ്. വീടുകളിൽ കാണുന്നത് ശരിക്കും നമുക്ക് വീട്ടിൽ ഞാൻ എത്ര സ്നേഹിച്ചിട്ടും എൻ്റെ മോൻ ശരിയാവുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് സ്നേഹമല്ല കേട്ടോ. നമ്മൾ യഥാർത്ഥത്തിൽ പലപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നത് സംശയമാണ്, തെറ്റിദ്ധാരണയാണ്. ഇതെവിടെയോ പാറിപ്പോവോന്ന് വിചാരിച്ചിട്ടുള്ള കൂട്ടിപ്പിടുത്താണ്. അത് റിയൽ ലവ് ആണോ? ശരിക്കും തന്നെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻസേ ഇല്ലാത്ത സ്നേഹമില്ലേ? ഉപാധികളും നിബന്ധനകളും ഇല്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കണം. ഈ ലോകത്തിന്റെ പ്രശ്നം. അപ്പോൾ നമ്മുടെ മക്കള് ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് വിനീത പറഞ്ഞതുപോലെ പിന്നെ അവരത്ര എത്രമാത്രം കൂട്ടിപ്പിടിച്ചിട്ട്, അമ്മ കൂട്ടിപ്പിടിച്ചിട്ടും കുട്ടി പോയി. അതോ ചില പരീക്ഷണങ്ങൾ അങ്ങനെ സംഭവിക്കും, നമ്മൾ സ്നേഹിക്കാത്തോണ്ടൊന്നല്ല. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുട്ടികളുടെ മൈൻഡ് തേടുന്ന ഒരു മനസ്സിലാക്കൽ സ്നേഹമില്ലേ, അത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാന്നോ? ഞാൻ അടക്കമുള്ള ആൾക്കാർ അതിനെ ഓൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? അവൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? അവൾ എന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ആ മക്കളെ നമ്മളെ മാച്ചാക്കുക? അതിങ്ങനെ പൊട്ടിമുളച്ച് വരുന്നല്ലുള്ളൂ അല്ലേ? നമ്മുടെ വളർച്ച പൂർത്തിയായില്ലേ? ആ വളർച്ച പൂർത്തിയായ നമ്മളും വളർന്നു വരുന്ന തലമുറയും ആരെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ അതിനുള്ള കഴിവും ശേഷിയും കുറച്ചുകൂടി എനിക്കല്ലേ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടില്ല എന്ന് പറയുന്ന അവിടെ ഇക്കട്ടെ, പിന്നെ പരിഹരിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്? അപ്പൊ കുട്ടികളൊക്കെയും പറയുന്നത് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നില്ല. വീട്ടിൽ വന്നു 2 പ്രാവശ്യം പുറത്തു പോയി, 3ാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് തെറ്റിദ്ധാരണ വരികയാണ്.
നമ്മുടെ കുട്ടികൾ രാത്രി പുറത്തു പോയി, അപ്പം നമ്മളൊക്കെ ബേജാറാകുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ അടിക്കടി രാത്രി പുറത്തു പോയി, അപ്പോഴത്തേക്ക് ലഹരി യൂസ് ചെയ്തു, അവൻ്റെ കൂടെ മറ്റോനെ ഉണ്ടായത്, എന്നാ പിന്നെ അത് തന്നെ അല്ലേ. ഇങ്ങനെ ഒരു മനസ്സിലാക്കാതെയുള്ള നീക്കം. ഒരു പക്ഷെ പോട്ടെ, നമ്മളെ കുട്ടിക്ക് ഒരു തെറ്റു പറ്റിപ്പോയി, ഇത് ആദ്യമായിട്ട് പിന്നെ പൊറുക്കേണ്ടതും പൊരുത്തപ്പെടേണ്ടതും ഉൾക്കൊണ്ടതും ആരാ? നമ്മളാണ്. അവിടെ എന്താ പറയുന്ന വെച്ചാൽ ആ ഒറ്റ ഒരു തെറ്റിന്റെ മേലെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ കുട്ടിയും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുകയാണ്. ആ ഗ്യാപ്പ് ആദ്യം ചെറുതേ ഉണ്ടായിട്ടുള്ളൂ, ഇങ്ങനെ വലുതായിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. വീട്ടുകളിൽ തന്നെ എന്തിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ? ആ പണ്ട് ഒരു കണക്കില്ലാതെ കൊടുത്തൊരു സ്നേഹമില്ലേ, ഒരു പിന്നെ കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹം, അതിന്ന് കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് പണ്ടത്തെ ഉമ്മമാർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി മെച്യൂരിറ്റി, കുറച്ചുകൂടി പഠിച്ചു, കുറച്ചുകൂടി ലോകം കണ്ട്, കുറേ അമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച ഒരു ലേഡിയാണ് പിന്നെ ഉമ്മയായി. അവൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഉമ്മയാകുന്നതിന് മുമ്പ് തന്നെ മക്കളെ വളർത്തേണ്ടത്, കണ്ടത്, മാമന്മാരെ കണ്ടത്, ഇളയപ്പന്മാരെ കണ്ടത്, ഉപ്പാപ്പന്മാരെ കണ്ടൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇന്നത്തെ ഉമ്മമാർക്ക് ഇത് കുറവാ. വേഗം അന്ന് കുടുംബമായിട്ട് വേഗം വീടെടുത്ത് മാറിയിട്ട് അവർക്ക് തന്നെ എക്സ്പീരിയൻസ് കുറവാ. എങ്ങനെയാ കുട്ടികളെ വളർത്തേണ്ടത്? നിങ്ങൾക്ക് ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ അടിച്ചിട്ട് മക്കളെ വളർത്തേണ്ട രീതി മനസ്സിലായി എന്ന് വരും, മക്കളെ എങ്ങനെ വളർത്തണമെന്ന്. പക്ഷെ അത് എവിടെ പഠിക്കണമായിരുന്നു? കൂട്ടുകുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്നേഹത്തിന് ഇങ്ങനെ നിർവചനങ്ങൾ മാറുകയാണ്. അപ്പൊ പിന്നെ ഈ ഒരു സൊസൈറ്റിയിലെ അവസ്ഥ എന്താണ്? അപ്പൊ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആരാ മരിച്ചത്? ഇവിടെ ഇങ്ങനെ നമ്മൾ ഒറ്റ ജാതിയാണെന്നിരിക്കെ, നമ്മൾ ഒറ്റ ജാതിയാണല്ലോ. ആര് മരിച്ചു? ഒരു മനുഷ്യൻ മരിച്ചു എന്നാണോ? ആണോ പെണ്ണോ എന്ന് വേർതിരിച്ചാൽ പോരെ? നമുക്കറിയേണ്ടത് അത് ആരാ, മുസ്ലിമാണോ അല്ല അമുസ്ലിമാണോ, ഇതൊക്കെ നമുക്കറിയണം. അങ്ങനെയുള്ള തരത്തിൽ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എണീറ്റ് നിന്നപ്പോഴേ, അതെന്താ ഇത്ര വലിയ റെസ്പെക്ട്? ജൂതൻ്റെതല്ലേ? അപ്പൊ റസൂൽ ചോദിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യനല്ലേ, ഇങ്ങനെ ചോദിച്ചൂടെ? ഇങ്ങനെ ആവണ്ടേ നാം? അതുകൊണ്ട് എവിടെയാണോ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചു പിടിക്കണം.